ഹായ്! അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ കേക്ക് നമ്മുടെ സാധാരണ ഉള്ള കേക്കിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര. ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ടാണ് 1/4 കപ്പ് ഇടുന്നത്. അല്ലെങ്കിൽ പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് വേണം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് 1/4 കപ്പ് പാല് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് നേരെ ആ ജാറിലേക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ കേക്ക് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ സ്മൂത്തായിട്ട് അടിച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇനി ഇത് 2 ഗ്ലാസ്സിലേക്ക് പകർത്തുക. കാരണം നമ്മൾ 2 കളറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ 2 ഗ്ലാസ്സിലേക്ക് പകർത്തുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ഗ്ലാസ്സിലും ആഡ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ഡ്രോപ്സ് നമ്മുടെ സ്ട്രോബെറി എസൻസ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മറ്റേതിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1-2 സ്പൂണ് നിങ്ങളുടെ കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് സിറപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് ട്രേ, ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേയിൽ നമ്മുടെ ബട്ടർ പേപ്പറൊന്നും വെക്കുന്നില്ല. വെറുതെ ഓയിലൊന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ സ്ട്രോബെറീൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു വലിയ ട്രേയും ഒരു ചെറിയ ട്രേയും ഉള്ളത്. അപ്പോൾ ചെറുതിൽ ഞാൻ ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് ആക്കുന്നു, വലുതിൽ ഞാൻ സ്ട്രോബെറി കേക്ക് ആക്കുന്നു. അപ്പോൾ 160 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത നമ്മുടെ ഓവനിലേക്ക് 10 മിനിറ്റാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കറക്റ്റ് 10 മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കണം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ മുട്ടയൊന്നും യൂസ് ചെയ്തില്ല, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കുപ്പിയാണോ യൂസ് ചെയ്യുന്നത് ആ കുപ്പിക്കനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര സിറപ്പൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ കുപ്പിയിലേക്ക് വിപ്പിംഗ് ക്രീമില്ലേ, നമ്മുടെ വിപ്പ് ചെയ്ത് വെച്ച ക്രീം ജസ്റ്റ് അടിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഞാനൊരു സ്ട്രോബെറീൻ്റെ റൗണ്ട് ഷേപ്പുള്ള കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് വിപ്പിംഗ് ക്രീം, പിന്നെ അതിൻ്റെ മേലെയായിട്ട് നടുവിലായിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം, പിന്നെ ഒരു ബാച്ചും കൂടെ ഉണ്ട്, നമ്മുടെ സ്ട്രോബെറീൻ്റെ ഇതും കൂടെ വെച്ച് കൊടുക്കുക, കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ തീർന്ന് ഫിനിഷ് ആയി. അതിൻ്റെ മേലെ പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത്, നട്ട്സ് ആണെങ്കിൽ നട്ട്സ്, ഞാനിപ്പോൾ നട്ട്സ് അല്ല ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നട്ട്സിന് പകരം ചോക്ലേറ്റ് സിറപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. ഒരു ഭംഗിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഭംഗി കൂട്ടാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ ഭംഗി കൂട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ മേലത്തെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ ഹെർഷേഴ്സിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ഇത് ഏറ്റവും സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ 1 മണിക്കൂറെങ്കിലും ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് കഴിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വളരെ ഭംഗിയുണ്ട്, കാണുന്നത് പോലെ തന്നെ വളരെ സ്വീറ്റാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു കാര്യം കൂടെ, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫാമിലീസിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ.